ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ജീവിതത്തിൽ നമ്മൾ പലപ്പോഴായിട്ട് പാപങ്ങൾ ചെയ്തു പോകുന്നു. ചിലപ്പോൾ ചെറുതോ വലിയതോ ആയിരിക്കാം. എന്നാൽ പലപ്പോഴും നമ്മളത് അവഗണിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അള്ളാഹു നമുക്ക് തുറന്നിട്ടിരിക്കുന്ന ഒരു വലിയ വാതിലുണ്ട്. അതാണ് ഇസ്തിഗ്ഫാർ, പാപമോചനം. ഇന്ന് നമ്മൾ ആ ഒരു വാതിലിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസ്തഗ്ഫിറുല്ലാ എന്ന വാക്ക് പതിവാക്കാതിരിക്കാൻ ആവില്ല. കാരണം ആ ഒരു വാക്കിന് അത്രത്തോളം മഹത്വമുണ്ട്. ഖുർആനിലൂടെ തന്നെ ധാരാളം തെളിവുകൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. സൂറത്തുൽ നൂഹിൽ പറയുന്നുണ്ട്, നൂഹ് അലൈഹിസ്സലാം തൻ്റെ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുക, അള്ളാഹു നിങ്ങളെ മഴ കൊണ്ട് അനുഗ്രഹിക്കും, സമ്പത്ത് തരികയും മക്കളെ തരികയും ചെയ്യും. കൂടാതെ ഹദീസുകളിലൂടെയും നമുക്ക് ധാരാളം തെളിവുകൾ തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ആരെങ്കിലും പതിവായി ഇസ്തിഗ്ഫാർ ചെയ്യുന്നുവെങ്കിൽ അള്ളാഹു അവൻ്റെ എല്ലാ ദുഃഖത്തിനും എല്ലാ ബുദ്ധിമുട്ടിനും പരിഹാരമുണ്ടാക്കുകയും അവൻ കരുതാത്ത വഴികളിൽ നിന്നും അവന് റിസ്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമെന്ന്. തീർച്ചയായിട്ടും ഇസ്തിഗ്ഫാർ എന്നത് പാപങ്ങൾക്കുള്ള പരിഹാരമാണ്. ആരെങ്കിലും കരുതും, ഞാൻ വളരെയേറെ തെറ്റു ചെയ്തു, എനിക്ക് മാപ്പ് അള്ളാഹു നൽകുമോ എന്ന്. എന്നാൽ അള്ളാഹു പറയുന്നു, എൻ്റെ കരുണയിൽ നീ നിരാശരാകരുതെന്ന്. നിങ്ങൾ ദിവസവും ചെയ്യുന്ന പിഴവുകൾ, ഇവനതൊരു ഗോസിപ്പാകാം, ബാക്ക് ബീറ്റിംഗ് ആകാം, നമസ്കാരം ഒഴിവാക്കുന്നതാകാം, എല്ലാം നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. ഇസ്തിഗ്ഫാർ എന്നത് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തന്ന അനുഗ്രഹമാണ്. കാരണം നമുക്ക് ജീവിതത്തിൽ ബറക്കത്ത് തരും, വരുമാനത്തിൽ വർധനവുണ്ടാകും, നമ്മുടെ കുടുംബത്തിൽ സന്തോഷം നൽകും, നമ്മുടെ മക്കൾക്ക് നല്ല ഭാവി സമ്മാനിക്കും. കൂടാതെ നമ്മുടെ ഹൃദയത്തിന് ശാന്തി നൽകും. സ്ട്രെസ്, ഡിപ്രഷൻ, ഓവർ തിങ്കിങ് ഇതെല്ലാം ഇസ്തിഗ്ഫാർ ചെയ്യുന്നതിലൂടെ കുറയുന്നു. അതുപോലെ ദുരന്തങ്ങളിൽ നിന്ന് രക്ഷ നൽകുന്നു. രോഗങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധി, അപകടങ്ങൾ എല്ലാത്തിൽ നിന്നും അള്ളാഹു നമ്മെ സംരക്ഷിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ നോക്കുകയാണെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പാപം ഇല്ലാത്ത മനുഷ്യനായിട്ടും ദിവസവും 100 തവണ വരെ ഇസ്തിഗ്ഫാർ ചെയ്തിരുന്നു. സങ്കടം വന്നാൽ ഉടൻ ഇസ്തിഗ്ഫാർ ചെയ്യുമായിരുന്നു. അതുപോലെ വിജയത്തിനായിട്ടും ഇസ്തിഗ്ഫാർ പതിവാക്കിയിരുന്നു. ഒരു സ്വഹാബി പറഞ്ഞിരിക്കുന്നു, ഞങ്ങളൊരു സംഗമത്തിലിരുന്നാൽ 70 തവണയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്തഗ്ഫിറുല്ലാ പറയുന്നത് കേൾക്കുമായിരുന്നു എന്ന്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇതെങ്ങനെയാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ പ്രാക്ടിക്കലാക്കുക എന്നത്. ഒന്ന്, നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു എണ്ണം നിശ്ചയിക്കുക. അതായത് സുബ്ഹി നമസ്കാരത്തിന് ശേഷം ഞാൻ 100 തവണ ഇസ്തിഗ്ഫാർ ചെയ്യുമെന്ന് മനസ്സിൽ കരുതുക. 2, നിങ്ങൾ ഡെയിലി ജോലി ചെയ്യുമ്പോൾ പതിവാക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഡ്രൈവിങ്ങിലായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ കുക്കിംഗ്, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നടക്കുമ്പോൾ നിങ്ങളുടെ നാവിലൂടെ അസ്തഗ്ഫിറുല്ലാ എന്ന് പതിവാക്കുക. 3, രാത്രിയിൽ ഉറങ്ങും മുൻപ് ആ ഒരു ദിവസം നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകൾക്ക് പരിഹാരമായിട്ട് അസ്തഗ്ഫിറുല്ലാ എന്ന് നിങ്ങൾ പതിവാക്കുക. ഫ്രണ്ട്സ്, നമ്മുടെ ജീവിതത്തിൽ സമ്പത്തും ആരോഗ്യവും മനസ്സിലെ സമാധാനവും അതുപോലെ ആഖിറത്തിലെ രക്ഷയും ഇതെല്ലാം ഈ ഒരു ചെറിയ എന്നാൽ അതിമഹത്തായ അമലിലാണ് അടങ്ങിയിരിക്കുന്നത്. അതാണ് ഇസ്തിഗ്ഫാർ. ഇന്ന് തന്നെ നിങ്ങളിത് പതിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും ഇസ്തിഗ്ഫാർ എന്നത് നമ്മുടെ ജീവിതം തന്നെ മാറ്റുന്ന ഒരു അനുഗ്രഹമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.